ഞാനാ പഴനി എത്തി. ഭയങ്കര പോലീസ് ചെക്കിങ്. കഷ്ടിയാ രക്ഷപ്പെട്ടത്. അറിയാം. ഇറങ്ങിക്കോളാം. മോനായി എത്തിയ വിഷയം. കേറി നോക്ക്. ആരുമില്ല സാർ. പൊയ്ക്കോ. അപ്പോട്ടെ. ആരാടാ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇറങ്ങി വരാൻ. നമസ്കാരം സാർ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇങ്ങോട്ട് എണീക്കണം. ആരാടാ നീ? എന്താണ് ഇത്? എന്താണ് ഇവിടെ? ആരോടോ ഇത്? സാർ ഞാൻ മോഹൻ. ഏത് മോഹൻ? ഞാൻ എന്താണോ ഇതിന്റെ അടിയിൽ? അല്ല, ഞാൻ ഇതിന്റെ അടിയിൽ അത് സാറേ, ഇത് അവനാ. ആ 3 പേരുടെ കൂട്ടത്തിലുള്ളവൻ മോനായി. എവിടേക്കാ? കമ്പൈൻസിന് കഴിഞ്ഞ് ഈ കുട്ടിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവാ. എന്താ പോലീസിനെ കണ്ട് പേടിച്ചത്? ഇല്ല സാർ, ഞാൻ കണ്ടില്ല. പുറത്തോട്ടിറങ്ങി. എന്തിനാ സാർ? എന്തിനാ എപ്പോ എവിടെ എന്നൊക്കെ പറഞ്ഞാലേ സാർ സാർ വന്നേ പറയട്ടെ സാർ. അത് ഹോം മിനിസ്റ്ററുടെ മോനും കമ്മീഷണർ മോളുവാ. പറയായിരുന്നില്ലേ? പറയാതെ ഞാനങ്ങനെ അറിയാൻ. മോൻ പോയാട്ടെ, ആളറിയാഞ്ഞിട്ടാ സാറ്. ഓ എന്താടോ കിട്ടിയവരെ? ഇല്ല സാർ, സെർച്ച് ചെയ്തോണ്ടിരിക്കുക. ഇനി കിട്ടും. നാണം കെട്ട വർഗങ്ങള് 3 എണ്ണത്തിന് പഴം പോലെ കൈ കിട്ടിയിട്ട് വിട്ടു കളഞ്ഞില്ലേ? എല്ലാവർക്കും കിട്ടിയല്ലോ വയറ് നിറച്ച്. സാർ അത് നിങ്ങളെ കൊണ്ട് വല്ലതും നടക്കുവോ? പറയേ. പിടിക്കും സാർ, എങ്ങനെയും. നേരം വെളുക്കുന്നതിന് മുമ്പ് അവരെ പിടിച്ചിരിക്കും സാർ. പിന്നെ ആളറിയാത്തോണ്ടൊരു ചെറിയ മിസ്റ്റേക്ക് എന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്താ? അല്ല, മിനിസ്റ്ററിന്റെ മകന്റെ വണ്ടി ആളറിയാതൊന്ന് തടഞ്ഞു. അതില് സാറിന്റെ മകളും എന്റെ മകളും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ള കാറില്. അതെ സാർ, അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ആ വണ്ടി ശരിക്കും പരിശോധിച്ചോ? ഇല്ല സാർ, ജസ്റ്റ് 1-2 ചോദ്യങ്ങൾ, അത്രേ ഉള്ളൂ. ഓ യു ഫൂൾ, ഇഡിയറ്റ്, യു സ്പോയിൽഡ് എവരിതിങ്. ആ 3 ക്രിമിനൽസ് ആ കാറിലുണ്ട്. ഷുവർ സാർ, ആ കാറിൽ സാറിന്റെ മകളും ഹോം മിനിസ്റ്ററിന്റെ മകനും മാത്രം. യു ഡർട്ടി ഫൂൾ. ഇടോ, എന്റെ മകളും മന്ത്രികുമാരനും ആ ക്രിമിനൽസിനെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. അറിയാതെ എനിക്ക് അപ്പന്മാർക്ക് പാര വെക്കാൻ നടക്കുന്ന ജന്മങ്ങളും. മന്ത്രികുമാരനും ചെല്ലടോ. സാർ,
അവർ അഡ്വക്കേറ്റ് സൂര്യനാരായണന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ചെന്ന് ബ്ലോക്ക് ചെയ്യണം. ഷുവർ സർ. ഇനി അഥവാ അവരെത്തിയിട്ടുണ്ടെങ്കിൽ വക്കീലിന്റെ വീട്ടിൽ നിന്ന് അവരെ പൊക്കിയിരിക്കണം. ഓ, ഒന്ന് ചെല്ലടോ. യെസ് സർ. ഓ. ഡോ. ഇനി വന്നേ. സാർ തനിക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഇവിടെ കേട്ടത് അവിടെ പറയുക, അവിടെ കേട്ടത് ഇവിടെ പറയുക. ഞാൻ ദേഷ്യം കയറി മിനിസ്റ്ററുടെ മകനെ എന്തോ പറഞ്ഞു. താനത് 10 ഇരട്ടിയാക്കി മിനിസ്റ്ററുടെ ചെവിയിൽ എത്തിച്ചോണ്ടല്ലോ, തന്നെ ബാക്കി വെച്ചേക്കലേ ഞാൻ. അയ്യോ എനിക്ക് എന്ത് കാര്യം സാർ, ഞാൻ എന്തെങ്കിലും കേട്ടിട്ട് വേണ്ടേ പറയാൻ. പോയിക്കോ. എന്താ സാർ? മാറാ. എന്താ സാർ? സാർ രാത്രി ഈ സമയത്ത് ഇവിടെ വരണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യമുണ്ട്. 3 പേരെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല ഇവിടെ. അവർ വേഗം ഇറക്കി വിട്. മനസ്സിലായില്ല? നട്ടപ്പാതിരേക്ക് വീട്ടിൽ കയറി വന്നിട്ട് ഒളിപ്പിച്ചവരെ ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞാൽ വാട്ട്സ് എ മീനിങ്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. 3 ക്രിമിനൽസിലൂടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ, അവരെ ഇങ്ങ് ഇറക്കി വിടാനാ പറഞ്ഞത്. ഇത് തന്നെയല്ലേ തൊട്ട് മുമ്പും പറഞ്ഞത്? അത് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ ചോദിച്ച്. സോറി സാർ. ഇവിടെ ഇപ്പം എൻ്റെ ജൂനിയേഴ്സ് ഉണ്ട്, സ്റ്റാഫുണ്ട്, പിന്നെ ചില ക്ലയൻസ് ഉണ്ട്. അല്ലാതെ ക്രിമിനൽസോ റൗഡീസോ ഗുണ്ടകളോ ഒന്നും ഇവിടെ ഇല്ല. അധികം അഭ്യാസം വേണ്ട, അവരെ ഇറക്കി വിടുന്നതാണ് നല്ലത്. ഞാൻ അല്പം അഭ്യാസിയാണ്, അതുകൊണ്ടാണ് സാർ ഇപ്പോഴും ഇവിടെ ഈ നിപ്പ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിനകം അകത്തുള്ളവരെ മാത്രമല്ല എന്നെയും ചേർത്ത് സാർ എപ്പോഴേ കൊണ്ടുപോകാനല്ലേ ദാസേ? അതെ. അല്ല. അല്ലേ? അതെ. ഞാൻ അവസാനമായി പറയുകയാണ്, അവരെ ഉടനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. എന്ത് കോൺസിക്വൻസ്? എന്നെ പേടിപ്പിക്കുക? നിങ്ങൾക്ക് നിയമം അറിയാമോ മിസ്റ്റർ? നിങ്ങൾ സംശയിക്കുന്ന ആരെങ്കിലും ഈ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാം. അതിനൊക്കെ ചില ഫോർമാലിറ്റീസ് ഇല്ലേ? കടലാസ് വേണം, സെർച്ച് വാറന്റ് ഉണ്ടാ കയ്യിൽ ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം. സർ സോറി, സൂക്ഷിച്ചില്ലെങ്കിൽ തൊപ്പി പോകും. ഇതാ അമ്പി ഊർക്ക് പുതുസാ. അതെ സാർ, ഇങ്ങോട്ട് പോരുമ്പോഴേ ഞാൻ പറഞ്ഞതാ ഇവിടെ അല്പം സൂക്ഷിക്കണമെന്ന്. എനിക്ക് ദാസിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്താ സാർ? വർക്കൗട്ട് ആവുമോ സാർ? ശ്രമിച്ചു നോക്ക, വർക്കൗട്ട് ആവും. സാർ മന്ത്രിയും കമ്മീഷണറും ഒക്കെ അഭിനയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. ഓന്ത് നാണിച്ചു പോകും സാർ, പിന്നീടുണ്ടായ അവരുടെ നിറമാറ്റം കണ്ടാല്. ഹലോ കമ്മീഷണർ സാർ, എന്താണ് ഈ സമയത്ത്? കക്ഷികളുടെ കഥ കേൾക്കുകയാണോ അഡ്വക്കേറ്റ് സൂര്യനാരായണൻ? ഇവിടെ പറയുന്ന കഥ സാർ അവിടെ കേട്ടോ? ഇത്ര കൃത്യമായിട്ട് പറയുന്നുകൊണ്ട് ചോദിച്ചാ. കഥ എവിടം വരെ എത്തി? സീതാപഹരണം വരെ എത്തി നിൽക്കുകയാണ്. അവിടെ നിർത്തിക്കോ, ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം. സാറ് എതിർ കക്ഷിയല്ലേ, ഇപ്പൊ ബാക്കി കഥ സാറ് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇയാളെ ആള് കണ്ണനാട്ടാ. മിസ്റ്റർ സൂര്യൻ, നമ്മളിപ്പോൾ നല്ല സൗഹൃദത്തിലാണ്. അത് ഇനിയും തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പറയാ, ആ AC വീണ്ടും വരും. നല്ല കുട്ടിയായി ആ പ്രതികളെ അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഞാൻ ചീത്ത കുട്ടിയാണ് സാർ, അതുകൊണ്ട് അത് നടക്കില്ല. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വെറുതെ അല്ല താൻ വക്കീലായത്. ഓ, പക്ഷെ സാറ് കമ്മീഷണർ ആയത് വെറുതെ എന്ന് വെച്ചാൽ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ഒരു കമ്മീഷണർ. എന്ന് മുതലാ സാറേ ഈ നാട്ടിലെ പോലീസ് ഗുണ്ടകളുടെ സേവനം തേടാൻ തുടങ്ങിയത്? ഞാൻ ആ വന്ന കുട്ടിയോട് മര്യാദയ്ക്ക് പറഞ്ഞതാ, ഉത്തരവാദപ്പെട്ടവർ ഒപ്പിട്ട ഒരു കടലാസുമായി വന്നിട്ട് വേണ്ടത് ചെയ്തോളാൻ. പക്ഷെ അതിന് പകരം വന്നത് ഗുണ്ടകൾ. കലികാലം അല്ലാതെ എന്ത് പറയാൻ. ഓ, ഒരു മൊബൈലും കൂടെ പോയി.
പോട്ടെ. ഇനി ഈ ഒരു കടലാസ് ഇല്ലാത്തതുകൊണ്ട് വക്കീലിന് വയറ്റിളക്കം പിടിക്കണ്ട. മജിസ്ട്രേറ്റിനെ കിടക്കപ്പായ ഉണർത്തിയാ ഇത് ഒപ്പിട്ട് വാങ്ങിയത്. തന്റെ ഒറ്റ വാശി കാരണം. ഇനി ചെറിയൊരു മര്യാദ. നിങ്ങളായിട്ട് അവരെ ഇറക്കി വിടുന്നോ അതോ ഞങ്ങൾ ഇറക്കിക്കൊണ്ട് പോകണോ? സാർ, ഒരു 10 മണിയോടെ ഞാൻ അവരെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാം. പിന്നെ സാർ ഇഷ്ടം പോലെ അയക്കോ? നടക്കില്ല. ഒരു മിനിറ്റിന്റെ സൗജന്യം പോലും പ്രതീക്ഷിക്കണ്ട. കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ താൻ ഞങ്ങളെ തിരിച്ച തീക്ക് ഒരു കണക്കുമില്ല. വായിച്ചു ബോധ്യപ്പെട്ടോ? വേണ്ട സാർ, എനിക്ക് ബോധ്യമാണ്. യു ക്യാൻ ഹാവ് ദം. വേണ്ട വേണ്ട, വായിച്ച് ബോധ്യപ്പെട്ട ശേഷം മതി. ഇല്ലെങ്കിൽ താൻ പുതിയ വല്ല ന്യായങ്ങളും പറഞ്ഞ് ഞങ്ങളെ നെഞ്ചത്തോട്ട് കയറും. അത് വേണ്ട. സാറിൻ്റെ മൊബൈലൊന്ന്. ആരെയാ വിളിക്കുന്നത്? ആരെ വേണേ വിളിക്കട്ടോ. എടോ എടോ ഇടോ മണ്ടം മൈശേട്ടെ. രാവിലെ തന്നെ ചീത്ത പറയല്ലേ സൂര്യ? ഞാൻ പറയും. മണ്ടത്തിന് കാണിച്ചാൽ പറയാൻ എന്ത് ചെയ്യും? ഇതുപോലെ ബ്ലണ്ടർ കാണിക്കാൻ അരവിന്ദാഷ താൻ എൻ്റെ കോപ്പി അടിച്ച് പാസ്സായത്? എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്ന് തെളിച്ചു പറ. താൻ കുറച്ചു മുമ്പ് ഒപ്പിട്ട് കൊടുത്ത സെർച്ച് വാറന്റ് ശരിക്കും വായിച്ചോ? എന്തു പറ്റി? കാര്യം പറ സൂര്യ. സെർച്ച് ചെയ്യാൻ പോകുന്ന വീട്ടുടമസ്ഥന്റെ പേരില്ലാത്ത വാറന്റിൽ താൻ എങ്ങനാ ഒപ്പിട്ടത്? തന്റെ വീട്ടിലേക്കായിരുന്നു വാറണ്ട്? ആ, സോറി സൂര്യ, സോറി. ഓർക്കച്ചടവിൽ ഡീറ്റെയിൽസ് ഒന്നും ശ്രദ്ധിച്ചില്ല. വന്നവരും ഇന്ന വീടാണെന്നൊന്നും പറഞ്ഞതുമില്ല. പറയില്ല. അഡ്വക്കേറ്റ് സൂര്യനാരായണന്റെ പേര് കണ്ടാൽ താൻ ഒപ്പിടാൻ പഠിക്കും. അതെ, അത് തന്നെ കാര്യം. ആളെ മനസ്സിലായി താൻ എന്നെ വിളിക്കും. പിന്നെ നടക്കുന്നത് വേറെ ആയിരിക്കും. അത് മുൻകൂട്ടി കണ്ട അവർ ഈ തന്ത്രം ഉപയോഗിച്ച്. ഹൗസ് നമ്പർ താൻ ഓർക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ആളിന്റെ പേരറിഞ്ഞാ ഒപ്പിടില്ല. ഞാനത് സാറിനോട് പറഞ്ഞപ്പം ഹൗസ് നമ്പർ മാത്രം മതിയെന്ന് സാറല്ലേ പറഞ്ഞേ? സർ, മജിസ്ട്രേറ്റിന് എന്തോ സംസാരിക്കണമെന്ന്. താനല്ലേ ഒപ്പിടിക്കാൻ പോയത്? സമാധാനം പറ. സാർ, ഞാൻ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്നേ. ഇവിടെ കമ്മീഷണറും അസിസ്റ്റന്റ് കമ്മീഷണറും ഉണ്ട്. രണ്ടുപേർക്കും തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. സർ, ഞാൻ കമ്മീഷണറാണ് സർ. ഒരു പിഴവ് പറ്റിയതാണ് സർ. ആ സർ. ആ ഓ സർ, ഓ സർ. ഇവിടെ വെച്ച് തന്നെ ഇപ്പൊ തന്നെ കീറി കളഞ്ഞു സാർ. ശരി സാർ. ഞാൻ പറഞ്ഞതല്ലേ സാർ, വായിച്ചു നോക്കണ്ടെന്ന്. ദാസ്, വർക്കൗട്ട് ആയില്ലേ? താങ്ക്സ്. ഹലോ അമ്മോ, ഗുഡ് മോർണിംഗ്. മോള് നേരത്തെ എണീറ്റോ? അമ്മയോടെ? ഷുവർ ഷുവർ, ഞാൻ ഈവനിങ് ഫ്ലൈറ്റിലെത്തും. ഓക്കെ ഓക്കെ അമ്മ. മോളാണ്, മോളും വൈഫും കൂടെ ബാംഗ്ലൂരിൽ പോയിരിക്കുക. ഞാനും വിചാരിച്ചു എന്താ കാണാത്തെന്ന്. ആ, ഒരു മാരേജ് റിസപ്ഷന് പോയത്. വരും. ആ, ഫ്രഷ് ആയല്ലോ. കമ്മീഷണർ സാർ എന്ത് പറഞ്ഞിട്ട് പോയി? ഇതെങ്ങനെ കണ്ണുരുട്ടി കാണിച്ചിട്ട് പോയി. വന്ന കൂട്ടത്തിൽ ആ SI മാഡം കൂടെ ഉണ്ടാവുന്ന കരുതിയത്. എന്താ അവരുടെ പേര്? ശ്യാമ. ശ്യാമ. ആ പേര് ഓർമ്മയിലിരിക്കട്ടെ. സർ. എന്തെങ്കിലും സാക്ഷിക്കുട്ടി കിട്ടാതിരിക്കുമോ ആ മാഡത്തെ? ഒന്ന് പിടിച്ചെടുക്കണ്ടേ? കഷ്ടം.
നാല് ഈ ചെയ്ത്തൊക്കെ ചെയ്തിട്ട് വെറുതെ വിട്ടുകളഞ്ഞല്ലോ അവളെ. ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യണ പീശാങ്കത്തി ഉണ്ടായിരുന്നില്ലേ, അതെടുത്ത് ഇങ്ങനെ ഒരു പോറിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്ത് കേസായാലും ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ. പോറി സാർ. പോറിയോ? ഇവരോ? പക്ഷെ കൈകൊണ്ടായിരുന്നു. എന്നിട്ട് കഥയിൽ ആ സംഭവം ഇതുവരെ വന്നില്ലല്ലോ. അത് വരുന്നേ ഉള്ളൂ. പോരട്ടെ പോരട്ടെ, അതെപ്പോഴേ വരിക? കുറച്ചുകൂടി കഴിയണം. തീരെ ഗതികെട്ടപ്പോഴാ. അനുവിൻ്റെ മരണത്തിന് കാരണം സ്വാഭാവികമായ ശ്വാസ തടസ്സമല്ല, ആരോ മനഃപൂർവ്വം ശ്വാസം മുട്ടിച്ചതാണെന്ന് ആദ്യം തോന്നിയത് ആർക്കാ? അത് ചെയ്തത് AC വിക്രമനാണെന്ന് തോന്നിയത് റാണിയുടെ വെറും ഊഹമായിരുന്നോ? ആദ്യ ഊഹം, പിന്നെ അത് ബോധ്യപ്പെട്ടു സർ. നീ വരണ്ട, അത് ഞാൻ നോക്കട്ടെ. എന്താ അവളുടെ പേര്, ആ ഡോക്ടറുടെ? സാർ ഉദ്ദേശിച്ചത് ആ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ റാണി മാത്യു? ആ, 2 പ്രാവശ്യം അവൾ ആ 3 പേരോടൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ രാജീവിന്റെ വീട്ടിൽ പോയിരുന്നു. എന്തിന്? ഇന്നലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ അവർ ആക്രമിച്ചു. ആരെയാ സർ? അതാരും ആയിക്കൊള്ളട്ടെ, അതല്ല വിഷയം. സർ, നമ്മൾ കേട്ടതിൽ കൂടുതൽ ചത്തുപോയ പെണ്ണ് ആ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടോ? അറിയില്ല സർ. എങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്നറിയണം. സർ, പണ്ടത്തേക്കാൾ സ്വാതന്ത്ര്യം ഇന്ന് നിനക്കുണ്ട്, അതറിഞ്ഞേ തീരൂ. നീയും ആ ചത്ത പെണ്ണിന്റെ തന്തയും അവന്റെ കൂട്ടുകാരും ഒരുമിച്ച് എന്തിനാ AC രാജീവൻ സാറിനെ കണ്ടത്? അയാൾ വിളിച്ചിട്ടാ ആ വഴിക്ക് പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ. വെറുതെ ആ 3 പേരോടൊപ്പം, അതും 2 പ്രാവശ്യം. വെറുതെ. ഞങ്ങളോട് ഇതുവരെ പറയാത്തത് അയാളോട് പറയാനല്ലേ ചെന്നത്? അല്ല, വെറുതെ പോയതാ. ഡോക്ടർ പണി കൂടാതെ നിനക്ക് വേറെ വല്ല പണിയുണ്ടോ? പറയടി, പറയാ, പറയടി. നീ ആരാ? അവന്റെ വെപ്പാട്ടിയാ? കലക്കി കലക്കി. ആ കൈ ഇങ്ങോട്ടെ. ആ മൂദേവിക്കിട്ട് പൊട്ടിച്ചില്ലേ, അസലായി. അപ്പോഴത്തെ അവസ്ഥയില് പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഒന്നും ചെയ്യാതെ തന്നതും വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നിരുന്നെങ്കിൽ ഡോക്ടറെ കിട്ടി ഞാൻ പൊട്ടിച്ചാണ്. പിന്നെ ആ തുണി കഷ്ണം ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കും. പറഞ്ഞോ. ആ, വരുന്ന അതിഥികൾക്ക് ആദ്യം വെള്ളം കൊടുത്ത് സ്വീകരിക്കണം. കാരണം വരുന്നവർക്ക് ആതിഥേയനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊന്ന് തണുക്കാൻ. ഈ സാറിന് എന്നോട് ദേഷ്യം തോന്നാൻ കാരണങ്ങളുണ്ട്. ഐ എം സോറി. അധികം നേരം എടുക്കില്ല സാർ, ഫ്യൂ മിനിറ്റ്സ്. ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തണം, അത്രേ ഉള്ളൂ. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ പുറത്ത് നിൽക്കുന്നവർ കേട്ടാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ അതിനുള്ള നിങ്ങളുടെ മറുപടിയും ചോദ്യങ്ങളും അവർ കേട്ടാൽ അത്ര സുഖമാവില്ല സാർ. കുറച്ചു നേരം ഞാൻ അവരോട് മാറി നിൽക്കാം. അവരുടെ അസുഖമൊന്നും താൻ ചികിത്സിക്കേണ്ട കാര്യമില്ല. പറയാനുള്ളൂ വേഗം പറ. തണുത്തില്ല. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഇപ്പൊ വക്കീലിനോടൊപ്പമുള്ളവരുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. അത് അടിവരയിട്ട് പറയുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അവരോടുണ്ടാകരുത്. അത് 3 പ്രാവശ്യം അടിവരയിട്ട് ഞാനും പറയുന്നു.
എന്നോട് അവർ കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. കഥ പറഞ്ഞു തീർന്നപ്പോഴും എൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. പോലീസിന് കീഴടങ്ങാനും നിയമം നൽകുന്ന ഏത് ശിക്ഷയും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനും അവർ തയ്യാറാണ്. എങ്കിലതങ്ങ് സ്വീകരിച്ച പോരെ? ഇത് പറയാനാണോ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്? അല്ല, ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണമല്ലോ. കോടതിയിൽ കേസ് എത്തുമ്പോൾ പ്രോസിക്യൂഷൻ സാക്ഷികളെ ഹാജരാക്കുന്നത് പോലെ പ്രതിഭാഗത്തിനും അവരുടെ സാക്ഷികളെ ഹാജരാക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അല്ലേ സാർ? ഉണ്ടാവാം എന്നല്ല, ഉണ്ട്. ആസ് പെർ സെക്ഷൻ 319 CRPC implies the right of accused. ആ സാക്ഷികൾ ഒരുപക്ഷെ ഈ നിൽക്കുന്ന ഡോക്ടർ റാണി മാത്യു ആവാം, ഇല്ലെങ്കിൽ അങ്ങയുടെ മകൻ അംബരീഷ് ആവാം, അല്ലെങ്കിൽ സാറിന്റെ മകൾ ഉത്തരയുമാവാം. സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന ഇവരോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇവരെ നിങ്ങൾ അറിയുമോ? എങ്ങനെ അറിയും? കൂട്ടുകാരിയുടെ മരണശേഷം ഇവർക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു? കൊല്ലപ്പെട്ട റജി ആരാണെന്നും അവൻ എവിടെയുണ്ടെന്നും ഇവർക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങളല്ലേ? ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന സിം കാർഡുകൾ എടുത്തു കൊടുത്തത് നിങ്ങളല്ലേ? ഇവർ ഒളിച്ച് താമസിക്കാൻ സ്ഥലം ഒരുക്കി കൊടുത്തത് നിങ്ങളല്ലേ? തുടങ്ങി പല ചോദ്യങ്ങളും ഞാൻ ഇവരോട് ചോദിക്കും. പഠിച്ച കള്ളന്മാരും പഠിപ്പിച്ച കള്ളസാക്ഷികളും അല്ലാത്തതുകൊണ്ട് സത്യമേ ഇവര് പറയും. താൻ അല്പം ബുദ്ധിയുള്ള വക്കീലാണെന്നാ ഞാൻ വിചാരിച്ച്. തന്റെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പ്രോസിക്യൂഷനെ സഹായിക്കൂ. താൻ ഈ കേസ് തോറ്റു തുന്നം പാടും. ആരെ വേണ ഹാജരാക്ക്. പ്രോസിക്യൂഷനെ സഹായിക്കാനോ? മന്ത്രിയേക്കാൾ നിയമം അറിയാവുന്ന കമ്മീഷണർ പറയട്ടെ. ആണോ സാർ? സർ, യു പ്ലീസ് വെയിറ്റ് ദേർ. സർ. ഞാൻ ആദ്യമേ പറഞ്ഞതാ, കേട്ടില്ല. എന്തു പറ്റിയോടോ തനിക്ക്? കുട്ടികളെ സാക്ഷികളാക്കാൻ പറ്റില്ല സർ. കാരണം സാക്ഷികൾ പ്രതികളാവും. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഹി ഈസ് ടോക്കിംഗ് സെൻസ് സർ. സാക്ഷികൾ പ്രതികളാവും. എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ട് കഴിയുമ്പോൾ കോടതിയുടെ ചോദ്യം ഉണ്ടാവും പ്രോസിക്യൂഷനോട്, എന്തുകൊണ്ട് ഇവരോടൊപ്പം ഇവരെയും പ്രതി ചേർത്തില്ല എന്ന്. എല്ലാത്തിനും ഒരുപോലെ വട്ടുപിടിച്ചോ? വട്ടല്ല സർ, ഇറ്റ്സ് എ ഫാക്ട്. ഞാൻ വ്യക്തമാക്കാം. കോൺസ്പിറസി അഥവാ ഗൂഢാലോചനയ്ക്ക് നിയമത്തിൽ പല നിർവചനങ്ങളുണ്ട്. നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തില്ലെങ്കിലും കൃത്യം നടക്കാൻ പോകുന്നതിന്റെ മുൻകൂട്ടിയുള്ള അറിവ്, ഏതെങ്കിലും വിധത്തിൽ അതിനെ സഹായിക്കൽ, എല്ലാം ഗൂഢാലോചന തന്നെ. സുപ്രധാനമായ ഒരു സുപ്രീം കോടതി വിധിയുണ്ട് മിസസ് ഇന്ദിരാഗാന്ധി വധക്കേസിൽ. ആ കേസിലെ 6ാം പ്രതിയായ കെഹർ സിംഗിന് ആ വധവുമായി നേരിട്ടൊരു ബന്ധവുമില്ല, ഒരു പങ്കുമില്ല. പക്ഷേ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൽ നടന്ന മിലിറ്ററി ഓപ്പറേഷനെ തുടർന്ന് കെഹർ സിംഗിന് ഇന്ദിരാഗാന്ധിയോടുണ്ടായ കടുത്ത മാനസിക വിദ്വേഷം കൊണ്ട് അവർ വധിക്കപ്പെടാൻ പോകുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിനെ തടയാനോ അധികാരികളെ ആ വിവരം അറിയിക്കാനോ പോയില്ല. ആൻ എഗ്രിമെന്റ് ഓഫ് കോമൺ മൈൻഡ് ടു കമ്മിറ്റ് എ ക്രിമിനൽ ആക്ട്. കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള മൗനസമ്മതമായി കോടതി അതിനെ കാണുകയും കെഹർ സിംഗ് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെയും. കൊല്ലപ്പെട്ട വ്യക്തികളോട് ഇവർക്കുള്ളതുപോലെ ഇവർക്കും വിദ്വേഷമുണ്ട്. ആ കുട്ടി ഇയാളുടെ സുഹൃത്ത് മാത്രമായിരുന്നില്ല, എന്നെങ്കിലും തൻ്റെതാകുമെന്ന് കരുതിയ ആ പെൺകുട്ടിയുടെ ദുരന്തത്തിൽ നിങ്ങളുടെ മകനും തീരാത്ത പകയുണ്ട്. ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ച കൃത്യത്തെക്കുറിച്ച് ഇവർക്ക് മുൻകൂട്ടി അറിയാം. കൂടാതെ പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവരിൽ ഒരാൾ ആഭ്യന്തരമന്ത്രിയുടെ മകൻ, മറ്റൊരാൾ സിറ്റി പോലീസ് കമ്മീഷണർ മകൾ. സോ നിയർ ടു ലോ ആൻഡ് ഓർഡർ. എന്നിട്ട് അവർ അറിഞ്ഞ വിവരം കൈമാറിയില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ഓഫ് മൈൻഡ് ടു കമ്മിറ്റ് എ ക്രിമിനൽ ആക്ട്. ചുമ്മാ പേടിപ്പിക്കല്ലേ മിസ്റ്റർ. ഇതൊക്കെ തന്റെ കെട്ടുകഥകളാണ്. ആണോ? കെട്ടുകഥകളാണോ? അല്ല, ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്.
ഇവർക്ക് എന്ത് ശിക്ഷയോ സെയിം ഇവർക്കും. സോറി, നോട്ട് മീ, ദ ലോ സേസ് സോ. സർ പല്ല് ഞെരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സർ. ഒരുപക്ഷെ ആ ശിക്ഷ മറ്റൊരു തരത്തിൽ നിങ്ങളിലേക്കും പകരാം. ഇപ്പോഴത്തെ സ്ഥാനമാനങ്ങൾ തെറിച്ചെന്നും വരാം. ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? താൻ പറയടോ, കുട്ടികളെ സാക്ഷികളാക്കാൻ കഴിയോ? കഴിയും സർ. അപ്പോ ഇവർക്ക് വധശിക്ഷ വിധിച്ചാൽ അത് തന്നെ. എനിക്കറിയില്ല സർ, നിയമം അങ്ങനെയൊക്കെയാ. സ്വന്തം രക്തത്തിലൊന്ന് തൊട്ടേ ഉള്ളൂ, അപ്പോഴേക്കും താങ്ങാൻ കഴിയുന്നില്ല. സാർ ആ മുഖത്തേക്കൊന്ന് നോക്ക്. എത്ര പ്രാവശ്യം നിങ്ങളുടെ ദാക്ഷിണ്യത്തിന് വേണ്ടി ഇവർ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. വീട്ടിൽ, സെക്രട്ടേറിയറ്റിൽ, റോഡിൽ, സമ്മേളന സ്ഥലത്ത്. മകളുടെ മരണത്തിന് പിരിവെടുക്കാൻ പിച്ചച്ചട്ടിയുമായിട്ടല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള നീതി ലഭിക്കാൻ. ഈ കൈ പിടിച്ച് സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മന്ത്രിയല്ല പറയുന്നത്, നിങ്ങളെപ്പോലെ ഒരു അച്ഛനാണ് ഞാനെന്ന്. പലതും നിങ്ങളും പറഞ്ഞില്ലേ. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല, അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് വളരെ അടുത്തറിയാം. ഒരല്പം ദയ അതിനോട് കാണിച്ചിരുന്നെങ്കിൽ അരപ്രാണനോ അർദ്ധപ്രാണനോയി അത് ഇന്നും ജീവിക്കുമായിരുന്നു. അന്യായമായ ആ കുട്ടിയെ കൊലയ്ക്ക് കൊടുത്തതിന് നിങ്ങൾക്കും കൂട്ടുത്തരവാദിത്വമുണ്ട്. വക്കീൽ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ കുട്ടിയെ നശിപ്പിച്ചതിനെ കുറിച്ച് പോലീസിന് തെളിവൊന്നും ലഭിക്കാത്തത് കൊണ്ടാ. നോ മോർ ലൈസ്. തെളിവ് ലഭിക്കാത്തത് കൊണ്ടാണോ കൊല്ലപ്പെട്ടവരിൽ നിന്ന് വീണ ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് ഈ 3 പേരുടെയും പേരെടുത്ത് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടത്? കൊല്ലപ്പെട്ടവരോട് ഇവർക്ക് വൈരാഗ്യം തോന്നാൻ കാരണം? ഒന്നും അറിയാത്ത പോലെ ഭാവിക്കല്ലേ. എല്ലാം എല്ലാവർക്കും അറിയാം. ഇവൾക്കാണിത് സംഭവിച്ചെങ്കിൽ നിങ്ങളിത് പറയുമോ? സ്വന്തം സർവീസ് റിവോൾവറിൽ നിന്നും എത്ര ബുള്ളറ്റ് എതിർത്തിട്ടുണ്ടാവും അവർക്ക് നേരെ? പ്ലീസ് ഡോണ്ട് ലൈ. സ്വന്തം ഭാവി എന്നേക്കുമായി അവസാനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ 2 സുഹൃത്തുക്കളും ഈ മനുഷ്യനോടൊപ്പം നിന്നത്. അതുപോലെ ഈ കുട്ടികളും ഡോക്ടറും. ഇവർക്ക് തോന്നിയ മനുഷ്യത്വത്തിന്റെ ഒരു അംശമെങ്കിലും നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ, പക്ഷം ചേരാതെ അവളെ നശിപ്പിച്ചവർക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തിരുന്നെങ്കിൽ, ഇവർക്ക് ഏറ്റവും അർഹതയുള്ള നീതി ലഭിക്കാതെ വന്നപ്പോൾ they reacted. ഈ പ്രായത്തിലേക്ക് വളർന്നു വരുന്ന എന്റെ മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോ ഭയമാണ്. ആ ഭയം പെൺമക്കളുള്ള എല്ലാ അച്ഛന്മാർക്കും ഉണ്ട്. ഇവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിങ്ങളോടുള്ള കണക്കായിരിക്കും ആദ്യം തീർക്കുക, പിന്നെയുള്ള ബാക്കി.